ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നാഷണൽ എമർജൻസി, ആന്റി ഡിഫെക്ഷൻ ലോ, നേറ്റോ, സ്പെയ്ഡ് എക്സ് പ്ലേസസ് ന്യൂസ് ആയിട്ട് ഗൾഫ് ഓഫ് ഏതൻ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ എമർജൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ എമർജൻസിയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇപ്പോൾ പുതിയ ലോക്സഭ നിലവിൽ വന്നതിന് ശേഷം ലോക്സഭയിൽ 1975-77 കാലഘട്ടത്തിലുണ്ടായിരുന്ന നാഷണൽ എമർജൻസിയെ കുറിച്ച് ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നാഷണൽ എമർജൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ആക്ച്വലി നാഷണൽ എമർജൻസി എന്നുള്ള വാക്കൊന്നും നമുക്ക് ആർട്ടിക്കിൾ 352 കാണാൻ പറ്റില്ല. അതിനകത്ത് പറയുന്നത് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ എമർജൻസി ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എന്തൊക്കെ കാരണങ്ങളുടെ പേരിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്, ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം ഇത് തുടരാൻ പറ്റും, ഇതുണ്ടാക്കുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ മേ ബി ഇന്ത്യൻ പൊളിറ്റിക്കകത്ത് പഠിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 352 അനുസരിച്ച് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുള്ളത് ഇന്ത്യൻ പ്രസിഡന്റിനാണ്. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന് വാറ്, എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ആംഡ് റിബലിയൻ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ, അതായത് ഇന്ത്യക്ക് വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ ആംഡ് റിബലിയനോ നേരിടേണ്ടി വന്നാലോ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എമിനന്റ് ഡേഞ്ചർ ഉണ്ടെങ്കിലോ, അതായത് സംഭവിക്കണമെന്നില്ല, ഇതിന്റെ ഒരു ഭീഷണി ഉണ്ടെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. അപ്പൊ സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നാഷണൽ എമർജൻസിയുടെ കേസിലും ഒറിജിനലി അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ 1975-77 നാഷണൽ എമർജൻസിക്ക് ശേഷം 1978 വന്നിട്ടുള്ള 44th അമെന്റ്മെന്റിലൂടെ ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന പ്രൊസീജിയറിനകത്ത്. അപ്പൊ ഈ നാഷണൽ എമർജൻസിയുടെ കേസിൽ മാത്രം ആർട്ടിക്കിൾ 352 പറയുന്നത് യൂണിയൻ ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പൊ ഈ യൂണിയൻ ക്യാബിനറ്റ് എന്ന് പറയുന്നത്, അതായത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ റിട്ടേൺ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ, ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നീ 3 ഗ്രൗണ്ട്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് കുറച്ച് വേഗമായിട്ടുള്ള ഒരു ടേം ആയതുകൊണ്ട് 78-ലെ 44th അമെന്റ്മെന്റിലൂടെയാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ഗ്രൗണ്ട് മാറ്റിയിട്ട് അതിന് പകരം ആംഡ് റിബലിയൻ ആക്കി മാറ്റുന്നത്. ഇനി ഈ നാഷണൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഇടക്കാലത്ത് വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ഒന്ന്, 1975-ലെ 38ാമത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിഫറെന്റ് ഗ്രൗണ്ട്സിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെന്റ് എമർജൻസീസ് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ വാറിന്റെ പേരിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യാം, ആ എമർജൻസി നിലനിൽക്കെ തന്നെ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ആംഡ് റിബലിയന്റെയോ പേരിൽ മറ്റൊരു എമർജൻസി ഡിക്ലെയർ ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ വാറിന്റെ പേരിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നാഷണൽ എമർജൻസി അവിടെ നിലനിൽക്കെ തന്നെയാണ് 75-ല് ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ പേരിൽ രണ്ടാമത് ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി 75 തൊട്ട് 77 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരേ സമയം 2 നാഷണൽ എമർജൻസികൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിനുള്ള അധികാരം കൊടുക്കുന്നത് 75-ൽ വന്നിട്ടുള്ള 38th അമെന്റ്മെന്റ് ആക്ട് ആണ്. അതുപോലെ തന്നെ 1976-ലെ 42nd അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് വേണമെങ്കിൽ നാഷണൽ എമർജൻസി നമ്മുടെ എൻറ്റയർ കൺട്രിക്ക് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്യാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് മാത്രമായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ 1975-ലെ 38th അമെന്റ്മെന്റ് അനുസരിച്ച് നാഷണൽ എമർജൻസിന്റെ ഡിക്ലറേഷൻ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമല്ല എന്നുള്ള ഒരു പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 78-ലെ 44th അമെന്റ്മെന്റിലൂടെ ആ ഒരു ജുഡീഷ്യൽ റിവ്യൂവിനുള്ള ബാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി വൺസ് പ്രസിഡന്റ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്തിനകത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഈ നാഷണൽ എമർജൻസിയുടെ പ്രൊക്ലമേഷനെ റാറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അത് അംഗീകരിക്കണം. ഇത് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് 2 മാസത്തിനകത്ത് സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെന്റ് ഇത് റാറ്റിഫൈ ചെയ്യണം. അങ്ങനെ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റ് നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്യുന്നത് വരെ ഇത് തുടരുന്നതാണ്. പക്ഷേ 78-ലെ 44th അമെന്റ്മെന്റിലൂടെ
ഇതിനകത്തും മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് 2 മാസം എന്നുള്ളത് 1 മാസമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ മെജോറിറ്റി എന്നുള്ളത് സ്പെഷ്യൽ മെജോറിറ്റി ആക്കി വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പണ്ട് പാർലമെന്റ് വൺസ് ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റ് വിഡ്രോ ചെയ്യുന്നത് വരെ എമർജൻസി കണ്ടിന്യൂ ചെയ്യും എന്നായിരുന്നെങ്കിൽ ഈ 44th അമെന്റ്മെന്റിലൂടെ വന്നിട്ടുള്ള മാറ്റം അനുസരിച്ച് 78-ലെ 44th അമെന്റ്മെന്റിലൂടെ വന്നിട്ടുള്ള മാറ്റം അനുസരിച്ച് ഇത് 6 മാസത്തേക്കായിരിക്കും പാർലമെന്റിന്റെ റാറ്റിഫിക്കേഷന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ എമർജൻസി 6 മാസത്തിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും പാർലമെന്റ് ഇതിനെ സ്പെഷ്യൽ മെജോറിറ്റിയിൽ റാറ്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ 6 മാസം, ഒരു സമയത്ത് 6 മാസം വെച്ച് ഇവർക്ക് എത്ര കാലത്തേക്ക് വേണമെങ്കിലും നാഷണൽ എമർജൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വൺസ് ഇത്തരത്തിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു, പാർലമെന്റിന്റെ റാറ്റിഫിക്കേഷൻ കിട്ടി, പിന്നെ എങ്ങനെയാണ് ഈ നാഷണൽ എമർജൻസി അവസാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ എമർജൻസി അവസാനിക്കാൻ 3 കാരണങ്ങളാണുള്ളത് ജനറലി. ഒന്ന്, ഈ പാർലമെന്റിന്റെ പീരിയോഡിക്കൽ ആയിട്ടുള്ള റാറ്റിഫിക്കേഷൻ കിട്ടാതായി കഴിഞ്ഞാൽ നാഷണൽ എമർജൻസി ലാപ്സ് ആവും. രണ്ടാമത്തത്, ഇന്ത്യൻ പ്രസിഡന്റിന് മറ്റൊരു പ്രൊക്ലമേഷനിലൂടെ ഏത് സമയത്ത് വേണമെങ്കിലും നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്യാൻ പറ്റും, പിൻവലിക്കാൻ പറ്റും. മൂന്നാമതായിട്ട്, ഈ 44th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1978 വന്നിട്ടുള്ള പുതിയൊരു പ്രൊവിഷനാണ് ഇന്ത്യയുടെ ലോക്സഭ സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് നാഷണൽ എമർജൻസിയെ എതിർത്തുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയാൽ, നാഷണൽ എമർജൻസി പിൻവലിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് നാഷണൽ എമർജൻസി പിൻവലിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ലോക്സഭ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നാഷണൽ എമർജൻസി പിൻവലിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിൽ നാഷണൽ എമർജൻസി പിൻവലിക്കാൻ ലോക്സഭയ്ക്ക് ഡിമാൻഡ് ഉന്നയിക്കാനുള്ള ലോക്സഭയുടെ അധികാരം ഈ 78-ലെ 44th അമെന്റ്മെന്റിലൂടെ വന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട്, ഈ നാഷണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് അത് കാരണം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള കോൺസിക്വൻസസ് ആണ് നാഷണൽ എമർജൻസി ഇന്ത്യയിൽ ഉണ്ടാക്കുക. ഒന്ന്, നിലവിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ ഇത് ബാധിക്കും. രണ്ടാമതായിട്ട്, ഇന്ത്യയിലെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഇത് ഇമ്പാക്ട് ഉണ്ടാക്കും. മൂന്നാമതായിട്ട്, പാർലമെന്റിലെ ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും ടേന്യൂറിനകത്തും നാഷണൽ എമർജൻസി ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് 3 മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ 3 എഫക്റ്റുകളാണ്, 3 കോൺസിക്വൻസസ് ആണ് നാഷണൽ എമർജൻസി വരുത്തുന്നത്. ഒന്ന്, സംസ്ഥാനങ്ങൾ അവരുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ, അതായത് സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിന്റെ അകത്ത് വരുന്ന ഏതൊരു കാര്യത്തിനകത്തും സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരം കിട്ടും. നോർമലി സാധാരണഗതിയിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് സംസ്ഥാനങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു 3-4 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുക. പക്ഷെ ഇവിടെ എന്ത് കാര്യത്തിലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ സെൻട്രലിന് അധികാരം കിട്ടും. ആ ഡയറക്ഷൻ പാലിക്കാൻ സ്റ്റേറ്റുകൾ ബാധ്യസ്ഥരായിട്ട് മാറുകയും ചെയ്യും. ഇനി അതുകൂടാതെ രണ്ടാമതായിട്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിൽ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളിൽ നോർമലി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് മാത്രമാണ് നിയമനിർമ്മാണ അധികാരം ഉള്ളത്. പക്ഷെ ഇവിടെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഏതൊരു സബ്ജക്റ്റിലും പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ പറ്റും. പക്ഷെ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾ നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്ത് 6 മാസം കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആവും എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട്, സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ ഒരു ഷെയർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ റേഷ്യോക്കകത്ത്, ഓക്കെ, ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇതിനൊരു റേഷ്യോ ഉണ്ടാകും. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ അത് ഈ പറയുന്ന ഡിവിസിബിൾ പൂളിന്റെ 59% സെൻട്രലിനും 41% സ്റ്റേറ്റുകൾക്കുമാണ്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂവിനകത്ത് മാറ്റം വരുത്താനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് നാഷണൽ എമർജൻസിയുടെ സമയത്ത് കിട്ടും. അപ്പൊ ഇത്തരത്തിൽ പ്രസിഡന്റ് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നാഷണൽ എമർജൻസി വൺസ് വിഡ്രോ ചെയ്താൽ പോലും ആ ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് എമർജൻസി ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഇനി രണ്ടാമതായിട്ട്, ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും ടേന്യൂറിനകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും നോർമൽ ടേന്യൂർ എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് സെഷൻ തൊട്ട് 5 വർഷമാണ്. പക്ഷേ നാഷണൽ എമർജൻസി നിലവിലുള്ള സമയത്താണ് ഒരു സംസ്ഥാന നിയമസഭയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ അല്ലെങ്കിൽ ലോക്സഭയോ അവരുടെ 5 വർഷം പൂർത്തിയാക്കുന്നതെങ്കിൽ ആ സമയത്ത് ഈ ഇലക്ഷൻ നടത്താനൊന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് എന്ത് ചെയ്യാം, ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും ലോക്സഭയുടെയും ടേന്യൂർ 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ നാഷണൽ എമർജൻസി ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഇന്ത്യൻ പാർലമെന്റിന് ഇത്തരത്തിൽ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് 1 ഇയർ അറ്റ് എ ടൈം വെച്ചുകൊണ്ട് ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും ടേന്യൂർ
എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരിക്കൽ മാത്രമേ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് ഈ 75-77 എമർജൻസിയുടെ സമയത്ത് 2 പ്രാവശ്യം ഇത്തരത്തിൽ ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനെയും ടെന്യൂർ പാർലമെന്റ് നിയമം പാസ്സാക്കിക്കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മറ്റൊരു കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു എക്സ്റ്റെൻഡഡ് പീരിയഡിൽ, അതായത് ഈ 5 വർഷം കഴിഞ്ഞിട്ട് പാർലമെന്റ് നിർത്തിക്കൊടുത്ത ഈ കാലാവധിയിലാണ് ലോക്സഭയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും നിലനിൽക്കുന്നത്. ആ സമയത്താണ് ഈ നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഈ 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് മുഴുവനായിട്ടും പൂർത്തിയാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 6 months പുതിയ ഇലക്ഷൻ നടത്തിയിരിക്കണം എന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നാഷണൽ എമർജൻസിയുടെ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആന്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ തെലങ്കാനയിൽ നടന്നിട്ടുള്ള ഒരു കൂറുമാറ്റത്തെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 6 ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എൻഡിങ് ഡിഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറ്റുന്നത് 1985 52 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. അപ്പൊ ഈ 52 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് 10th ഷെഡ്യൂൾ എന്നറിയപ്പെടുന്ന പുതിയൊരു ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെടുന്നത്. ആ 10th ഷെഡ്യൂളിലാണ് എന്താണ് ഡിഫെക്ഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 10th ഷെഡ്യൂൾ അനുസരിച്ച് 4 കാര്യങ്ങളാണ് ഡിഫെക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ കൂറുമാറ്റമായിട്ട് കണക്കാക്കുന്നത്. ഒന്നാമതായിട്ട്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരാള് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വളണ്ടറിലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്വമേധയാ രാജിവെച്ചാൽ അത് ഡിഫെക്ഷൻ ആണ്. രണ്ടാമതായിട്ട്, ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പർ അല്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു പാർലമെന്റിലെയോ സംസ്ഥാന നിയമസഭയിലെയോ അംഗം മറ്റൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അത് ഡിഫെക്ഷൻ ആണ്. മൂന്നാമതായിട്ട്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സഭാംഗമായിട്ടുള്ള ഒരാൾ ആ പാർട്ടി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സഭയിൽ പ്രവർത്തിച്ചാൽ അത് ഡിഫെക്ഷൻ ആണ്. അവസാനമായിട്ട്, പാർലമെന്റിലെയോ സംസ്ഥാന നിയമസഭയിലെയോ ഒരു നോമിനേറ്റഡ് മെമ്പർ ഒരു പാർട്ടിയിലും അംഗമല്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റഡ് മെമ്പറായിട്ട് മാറി 6 മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അത് ഡിഫെക്ഷൻ ആണ്. 6 മാസത്തിനകത്ത് ഏത് പാർട്ടിയിലും ജോയിൻ ചെയ്യാം, 6 മാസങ്ങൾക്ക് ശേഷം ജോയിൻ ചെയ്താൽ അത് ഡിഫെക്ഷൻ ആണ്. ഇനി ഈ ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് ഇതൊക്കെയാണ് ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു. ഇനി ഇത്തരത്തിൽ ഒരാൾ ഡിഫെക്ഷൻ നടത്തി കഴിഞ്ഞാൽ, അയാൾ ഡിഫെക്ഷൻ നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനൊക്കെ ഉള്ള അധികാരമുള്ളത് അതത് സഭകളുടെ സഭാധ്യക്ഷന്മാർക്കാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ പാർലമെന്റിന്റെ കേസിലാണെങ്കിൽ മറ്റുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസിന്റെ ഒക്കെ കേസിൽ ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം, ഒരു സഭാംഗത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭയിലാണെങ്കിൽ അത് സംസ്ഥാന ഗവർണറാണ് ചെയ്യുക. പക്ഷെ ഡിഫെക്ഷന്റെ കേസിൽ ഒരാൾ ഡിഫെക്ഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനും അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കാനുള്ള അധികാരം, അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം അതത് സഭാധ്യക്ഷന്മാർക്കാണ്. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിൽ സ്പീക്കർ, ലെജിസ്ലേറ്റീവ് കൗൺസിലാണെങ്കിൽ ചെയർമാൻ. ഇങ്ങനെയാണ് ഇതിന്റെ അധികാരം കിട്ടുന്നത്. ഇനി ഈ ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്പീക്കർ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കുന്ന തീരുമാനം ഫൈനൽ ആയിരിക്കും എന്നാണ് ഒറിജിനലി ഈ 10th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ 52nd അമെൻമെന്റിലൂടെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊവിഷൻ, അതായത് പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും എന്നുള്ള പ്രൊവിഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിധി സുപ്രീം കോടതി പറയുന്നത് 1992 വന്നിട്ടുള്ള കിഹോട്ടോ ഹൊളോഹാൻ കേസ് എന്നറിയപ്പെടുന്ന കേസിലാണ്. ഇനി ഡിഫെക്ഷന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഡിഫെക്ഷന്റെ പേരിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ബാധകമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സഭാധ്യക്ഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ആൾക്കാർക്കാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും ഈ പറയുന്ന എക്സെപ്ഷൻ കിട്ടില്ല. അതായത് ഇന്ത്യൻ പാർലമെന്റിലെയോ സംസ്ഥാന നിയമസഭയിലെയോ സഭാധ്യക്ഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സഭാധ്യക്ഷനായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എത്തിയതിനു ശേഷമോ അവരുടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് വേണമെങ്കിൽ രാജിവെക്കാം. അത് ഡിഫെക്ഷൻ ആയിട്ട് കണക്കാക്കില്ല. അവർക്ക് വേണമെങ്കിൽ പിന്നീട് സ്വന്തം പാർട്ടിയിൽ തിരിച്ച് ജോയിൻ ചെയ്യാം. ഇതൊന്നും ഡിഫെക്ഷൻ ആയിട്ട് കണക്കാക്കില്ല. പക്ഷെ ബാക്കിയുള്ള ഡിഫെക്ഷന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ഇവർക്കും അപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തെ കേസ് മേജർ ആണ്. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി അംഗങ്ങളിൽ
2/3 മെമ്പേഴ്സ് മറ്റൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്താൽ അത് ഡിഫെക്ഷൻ അല്ല, അത് ആ രണ്ട് പാർട്ടികൾ ലയിച്ചതായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് നിയമസഭയിൽ 3 MLA-മാരുണ്ട്. അപ്പോൾ അതിൽ 2 MLA-മാർ പോയിട്ട് മറ്റൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അത് ഡിഫെക്ഷൻ അല്ല, അത് മേജർ ആണ്. ഓക്കെ. അപ്പോൾ അതേസമയം ഈ ബാക്കി വരുന്ന ഒരു MLA-ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവരുടെ കൂടെ പോവാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി നിൽക്കുകയും ചെയ്യാം. സോ ഇതാണ് ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നേറ്റോയെ കുറിച്ചാണ്, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ നേറ്റോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ റീസെന്റ് നേറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായിട്ട് പഴയ ഡച്ച് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് റൂട്ടെ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് തീരുമാനിച്ചതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് പേജിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നേറ്റോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നേറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് അലയൻസ് എന്ന് പറയുന്നത്, ഈ നോർത്ത് അറ്റ്ലാന്റിക് റീജിയനിലുള്ള ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് മിലിറ്ററി അലയൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് അറ്റ്ലാന്റിക്കിന്റെ 2 ഷോറിലായിട്ട് കിടക്കുന്ന, നോർത്ത് അമേരിക്കയിലും വെസ്റ്റേൺ യൂറോപ്പിലായിട്ട് കിടക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഇന്റർ ഗവൺമെന്റൽ മിലിറ്ററി അലയൻസ് ആണ് നേറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോൾഡ് വാറിന്റെ സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സൈനിക സഖ്യമാണ്. കോൾഡ് വാറിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയനെതിരായിട്ട് ആരംഭിച്ചിട്ടുള്ള അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു 3 സൈനിക സഖ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് നേറ്റോ എന്ന് പറയുന്നത്. അപ്പൊ കോൾഡ് വാർ കഴിഞ്ഞ സമയത്ത്, ഈ ശീതയുദ്ധം അവസാനിച്ച സമയത്ത് സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും കൺട്രോൾ ചെയ്തിരുന്ന മറ്റുള്ള സൈനിക സഖ്യങ്ങളെല്ലാം തന്നെ പിരിച്ചുവിട്ടെങ്കിലും നേറ്റോയെ പിരിച്ചുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നേറ്റോ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഒക്കെ ഒരു കാരണമായിട്ട് റഷ്യ പറയുന്നത് ഈ നേറ്റോയുടെ ഈസ്റ്റ് വേർഡ്സ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ നിലവിൽ ഈ നേറ്റോക്കകത്ത് 32 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അതിനകത്ത് 30 രാജ്യങ്ങളും യൂറോപ്പിൽ നിന്നും 2 രാജ്യങ്ങൾ, അതായത് അമേരിക്കയും കാനഡയും നോർത്ത് അമേരിക്കയിൽ നിന്നുമാണ് ഉള്ളത്. അപ്പൊ ഈ നേറ്റോ എന്ന് പറയുന്ന സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1949 വാഷിംഗ്ടൺ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഈ ട്രീറ്റി ഒഫീഷ്യലി അറിയപ്പെടുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്നാണ്, പോപ്പുലർലി വാഷിംഗ്ടൺ ട്രീറ്റി എന്ന് അറിയപ്പെടും. അപ്പൊ ഈ വാഷിംഗ്ടൺ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നേറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. ഇനി നേറ്റോയുടെ ഈ വാഷിംഗ്ടൺ ട്രീറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് അവരുടെ ആർട്ടിക്കിൾ 5 ആണ്. ആർട്ടിക്കിൾ 5-നകത്ത് പറയുന്നത് നേറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെതിരായിട്ട് നടത്തുന്ന ഒരു വിദേശ ആക്രമണം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 5 ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നേറ്റോയുടെ മൊത്തം രാജ്യങ്ങൾക്കെതിരായിട്ട് നടന്ന ഒരു ആക്രമണമായിട്ട് കണക്കാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേറ്റോ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സൈനിക സംരക്ഷണം ഇന്റേണൽ ഇഷ്യൂസിന്റെ പേരിൽ അല്ലെങ്കിൽ സിവിൽ വാർ പോലുള്ള സാഹചര്യങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നേറ്റോയിൽ ഇപ്പൊ നിലവിൽ നേറ്റോയുടെ ടോട്ടൽ മിലിറ്ററി ബഡ്ജറ്റിന്റെ മെജോറിറ്റി, ഏകദേശം അവരുടെ ടോട്ടൽ മിലിറ്ററി ബഡ്ജറ്റിന്റെ 75% അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ട്രംപ് ഒക്കെ വന്നിരുന്ന സമയത്ത് ഈ നേറ്റോ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യവും, ഓരോ അംഗരാജ്യവും അവരുടെ GDP-യുടെ 2% ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണമെന്നാണ്. അപ്പോൾ അത് അമേരിക്ക ഒഴികെയുള്ള മറ്റു ചില, അമേരിക്കയും അപൂർവം ചില രാജ്യങ്ങൾ ഒഴികെയുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യവും ഇത്തരത്തിൽ അവരുടെ GDP-യുടെ 2% ഒന്നും ഈ ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കുന്നില്ല. അപ്പൊ ട്രംപ് ഒക്കെ വന്ന സമയത്ത് അത് എല്ലാ രാജ്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ അമേരിക്ക നേറ്റോയിൽ നിന്ന് പിന്മാറുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നേറ്റോയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്പെയ്ഡെക്സ് ആണ്. സോ സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത് ഈ 2024 ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ISRO നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്പേസ് ലോഞ്ചസിൽ ഒന്നാണ് ഈ സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പെയ്ഡെക്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയുടെ അടുത്ത മൂൺ മിഷൻ ആയിട്ടുള്ള ചന്ദ്രയാൻ 4-നെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ISRO ചീഫ് പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7-ൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സ്പെയ്ഡെക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത് ഇപ്പോൾ ISRO ചീഫ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത് ഒരു സാമ്പിൾ റിട്ടേൺ മിഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചാങ്കെ 6-ന്റെ ഒക്കെ കേസിൽ പറഞ്ഞ പോലെ മൂണിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആയിരിക്കും ചന്ദ്രയാൻ 4. പക്ഷെ അതിന് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കയ്യിലുള്ള സ്പേസ് ലോഞ്ച് വെഹിക്കിൾസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ് LVM-3 അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, പണ്ട് GSLV മാർക്ക് 3 എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ലോഞ്ച് വെഹിക്കിൾ. പക്ഷെ അത് ഉപയോഗിച്ചാൽ പോലും ഇത്രയും വലിയൊരു മിഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേലോഡ് ഈ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രന്റെ അടുത്തേക്ക് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി നിലവിൽ ഈ GSLV മാർക്ക് 3 അല്ലെങ്കിൽ LVM-3 റോക്കറ്റിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ISRO പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന മിഷൻ നമ്മൾ 2ഉം 3ഉം ഘട്ടങ്ങളിലായിട്ട്, അതായത് ഓരോ പാർട്ടുകളായിട്ടായിരിക്കും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക.
എന്നിട്ട് അവിടുന്ന് ഇത് ജോയിൻ ചെയ്തത്, ഇത് ഡോക്ക് ചെയ്ത്, ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ബിൽഡ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ചൈന അവരുടെ സ്പേസ് സ്റ്റേഷനൊക്കെ ബിൽഡ് ചെയ്തതുപോലെ ഇത് പരസ്പരം ബഹിരാകാശത്ത് വെച്ച് ഈ പാർട്ടുകൾ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു മിഷന്റെ ഈ പറയുന്ന നമ്മുടെ ചന്ദ്രയാൻ 4 ആയിട്ട് മാറുന്നതാണ് പറയുന്നത്. അപ്പൊ ഇത് ഈ ചന്ദ്രയാൻ 4 കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് പോലെ 2035 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ സ്പേസിൽ വെച്ചിട്ടുള്ള ഡോക്കിംഗ് മാനുവേഴ്സ് ഉണ്ട്. അതായത് സ്പേസിൽ വെച്ചിട്ട് ഒന്നിലധികം സ്പേസ് വെഹിക്കിൾസിന് അല്ലെങ്കിൽ സ്പേസ് പാർട്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഡോക്കിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു എക്സ്പെരിമെന്റൽ മിഷൻ ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ടെക്നോളജീസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പെയ്ഡെക്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നതിനെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നാണ്. അപ്പോൾ ഈ സ്പെയ്ഡെക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 200 കിലോഗ്രാം വെയിറ്റ് ഉള്ള 2 സാറ്റലൈറ്റുകൾ ഈ നമ്മുടെ PSLV റോക്കറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ സതീഷ് ധവാൻ സെന്ററിൽ നിന്ന് നമ്മൾ ലോഞ്ച് ചെയ്യും. അത് ഒരെണ്ണം ഒരു ചേസർ സാറ്റലൈറ്റ്, മറ്റൊന്നൊരു ടാർഗറ്റ് സാറ്റലൈറ്റ് ആയിരിക്കും. സോ അപ്പോൾ ഇതിനകത്ത് ഒരു സാറ്റലൈറ്റ് മറ്റൊരു സാറ്റലൈറ്റുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ അല്ലെങ്കിൽ ഡോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സ്പെയ്ഡെക്സ് മിഷനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓർബിറ്റൽ റാൻഡേവൂസ്, ഡോക്കിംഗ്, ഫോർമേഷൻ ഫ്ലൈയിങ് പോലുള്ള ഈ ഡോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളാണിത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജീസിനെ ടെസ്റ്റ് ചെയ്യുക, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പെയ്ഡെക്സ് മിഷന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന റാൻഡേവൂസും അതുപോലെ തന്നെ ഡോക്കിംഗ് കേപ്പബിലിറ്റീസും കൂടാതെ, ഓട്ടോണമസ് ആയിട്ടുള്ള റാൻഡേവൂസും ഡോക്കിംഗ് കേപ്പബിലിറ്റീസും കൂടാതെ സ്പെയ്ഡെക്സിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ക്രാഫ്റ്റിനെ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിനകത്തുള്ള ആറ്റിറ്റ്യൂഡ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേഷനും ഈ ഒരു സ്പെയ്ഡെക്സ് മിഷന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഗൾഫ് ഓഫ് ഏദൻ ആണ്. സോ ഈ ഗൾഫ് ഓഫ് ഏദനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗൾഫ് ഓഫ് ഏദനിൽ ഹൂത്തികൾ ചില മെർച്ചന്റ് ഷിപ്പുകൾക്കെതിരായിട്ട് ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ റെഡ് സിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള കാരണങ്ങളൊന്നും ഇതായിരുന്നു. അപ്പൊ ഇത്തവണ ഗൾഫ് ഓഫ് ഏദനിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്ന വാർത്ത വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡീപ്പ് വാട്ടർ ഗൾഫാണ് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത്. അപ്പൊ ഗൾഫ് ഓഫ് ഏദനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് ഏദന്റെ നോർത്തേൺ സൈഡിൽ കിടക്കുന്നത് യമനാണ്. അതേപോലെ തന്നെ ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്നത് അറബിക്കടലാണ് അല്ലെങ്കിൽ അറേബ്യൻ സീ ആണ്. വെസ്റ്റേൺ സൈഡിലായിട്ട് ജിബൂത്തി എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു രാജ്യമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സദേൺ സൈഡിലായിട്ട് സൊമാലിയയും അതുപോലെ തന്നെ ഗ്വാർഡിഫോയ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലുമാണ് ഉള്ളത്. ഈ ഗ്വാർഡിഫോയ് ചാനൽ എന്ന് പറയുന്നത് യമന്റെ ഭാഗമായിട്ടുള്ള ഒരു സൊക്കോട്ര എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ട്. ആ സൊക്കോട്ര ഐലൻഡിനും ഈ സൊമാലിയയുടെ ഈ ഒരു മൊനമ്പിനും ഇടയിൽ കിടക്കുന്ന, നമ്മൾ ഈ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിനും ഇടയിൽ കിടക്കുന്ന ഈ ഒരു ചാനലിനുണ്ട്, അതാണ് സൊക്കോട്ര ഐലൻഡ്. ഈ ഒരു ചാനലിനെയാണ് ഗാർഡോഫോയ് ചാനൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഗൾഫ് ഓഫ് ഏദന്റെ അതിർത്തി മേഖലകൾ എന്ന് പറയുന്നത്. ഇനി ഗൾഫ് ഓഫ് ഏദനെ റെഡ് സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന ലോകത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ സ്ട്രൈറ്റുകളിൽ ഒന്നാണ് ബാബൽ മന്ദേബ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ജിബൂത്തി എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസും ഇത് തന്നെയാണ്. ഈ ബാബൽ മന്ദേബ് സ്ട്രൈറ്റിന്റെ ഒരു സൈഡിൽ കിടക്കുന്നത് ജിബൂത്തി, മറ്റൊരു സൈഡിൽ കിടക്കുന്നത് യമനുമാണ്. ഇനി അതുപോലെ തന്നെ ഈ ഗൾഫ് ഓഫ് ഏദന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഗൾഫാണ് ഗൾഫ് ഓഫ് ടാഡ്ജോറ എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് ടാഡ്ജോറ എന്ന് പറയുന്നത് ഈ ജിബൂത്തിയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു മുനം പോലെ കിടക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും, അകത്തേക്കായിട്ട് കിടക്കുന്ന, അതിനെയാണ് ഗൾഫ് ഓഫ് ടാഡ്ജോറ എന്ന് വിളിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനലിസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.